ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി റോബസ്റ്റ് പഴം എടുത്തിരിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം. ഇത് ഞാൻ രാവിലെ കട്ട് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കണ പഴമാണ്. ഇനി ഈ പഴം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴം വേണ്ടി ഞാൻ ഇവിടെ ഒരു 5-6 ചുള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരിക്കണാണ്. ഇനി നമുക്ക് ഈ ഈത്തപ്പഴവും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ലെങ്കിൽ തന്നെ ഇതിൽ ഈത്തപ്പഴം ചേർക്കണ കാരണം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല മധുരത്തിലാണ് ഇത് വേണ്ടിയെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി അടിച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കണം. നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കണം. കണ്ടില്ലേ, നന്നായി അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കണത്. നിങ്ങളെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി നട്ട്സ് ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഇത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണത്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സാധനമാണ്. ഇതിൽ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെക്കും ബായ്.